إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ثم لتسألن يومئذ عن النعيم. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുവാൻ പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിരവധി അനുഗ്രഹങ്ങൾക്ക് നടുവിലാകുന്നു നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാകുന്നു. അവ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ നമുക്കാർക്കും തന്നെ സാധ്യമല്ല. നാം ആവശ്യപ്പെട്ടതും അല്ലാത്തതുമായ ധാരാളം അനുഗ്രഹങ്ങളാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നാം ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എണ്ണമറ്റ അനുഗ്രഹങ്ങളാകുന്നു ഓരോ ദിവസങ്ങളിലും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ ലാ തുഹ്സുഹാ, ആ അനുഗ്രഹങ്ങൾ എണ്ണുവാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാകുന്നു. അത്രത്തോളം അനുഗ്രഹങ്ങളാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാകുന്നു. ഞാൻ ഓതി വെച്ച ആയത്ത് അതാകുന്നു സൂചിപ്പിക്കുന്നത്. നമുക്കൊക്കെ മനഃപ്പാടമുള്ള സൂറത്തു തകാസുറിൽ അവസാനത്തെ ആയത്താകുന്നു അത്.
നാം ഒരുപാട് തവണ പാരായണം ചെയ്ത ഒരു ആയത്താകുന്നു അത്. പക്ഷേ എത്രത്തോളം അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം നമ്മുടെ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാതെ, ആ ഉത്തരം പറയാതെ, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ നമുക്ക് കാൽപാദം മുന്നോട്ട് വെക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാകുന്നു. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിന്നാണിയും. പിന്നീട് അന്നേ ദിവസം അനുഗ്രഹങ്ങളെക്കുറിച്ച്, നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യുമെന്നാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഈ ആയത്തിറങ്ങിയപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണുവാൻ സാധിക്കും. സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മാ നസലത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിന്നഈം. ഈ ആയത്തിറങ്ങിയപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, വഅയ്യുൻ നഈം നുസ്അലു അൻഹു. ഏതനുഗ്രഹത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് സുബൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി. വ ഇന്നമാ ഹുമാ അത്തംറു വൽ മാ. നമ്മുടെ അടുത്തുള്ളത് കാരക്കയും വെള്ളവുമാകുന്നു, അതല്ലാത്ത മറ്റൊന്നും നമ്മുടെ അടുത്തില്ല. ഈ അനുഗ്രഹത്തിന് നമ്മൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമോ എന്ന് സുബൈർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹു സയകൂൻ. എന്നിരുന്നാലും ശരി, കാരക്കയും വെള്ളവുമാണോ നിന്റെ അടുത്തുള്ളതെങ്കിലും ശരി, അതിനും നാം അല്ലാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാകുന്നു. നാം ഒന്ന് ആലോചിക്കേണ്ടതല്ലേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശപ്പ് സഹിക്കുവാൻ കഴിയാതെ പുറത്തേക്ക് ഇറങ്ങുകയാകുന്നു. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ചരിത്രമെല്ലാം നമുക്കറിയാം, അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും വിശപ്പ് സഹിക്കുവാൻ കഴിയാതെയാകുന്നു പുറത്തേക്ക് ഇറങ്ങുന്നത്. അവർ ഒരു സഹാബിൻ്റെ അടുക്കൽ പോകുന്നു. ആ സ്വഹാബി അവരെ കണ്ടപ്പോൾ സ്വഹാബിക്ക് സന്തോഷമാകുന്നു. കാരണം വിശിഷ്ടരായ, തുല്യതയില്ലാത്ത 3 അതിഥികളാകും തൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നല്ല ഭക്ഷണം അവർക്ക് നൽകുകയുണ്ടായി. നല്ല സമ്പുഷ്ടമായ ഭക്ഷണമാകുന്നു അവർക്ക് നൽകിയത്. വിശപ്പിൻ്റെ കാഠിന്യം മൂലം അവർ ആ ഭക്ഷണം കഴിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിലും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിന്നഈം. ഉമറേ, ഈ അനുഗ്രഹത്തെക്കുറിച്ച് അന്നേ ദിവസം നീ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും, നിന്നോട് ചോദിക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാകുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, വിശപ്പ് സഹിക്കുവാൻ കഴിയാതെയാകുന്നു നാം ഇവിടെ വന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കുന്നത്. ഈ ഭക്ഷണം കഴിച്ചതിന് അല്ലാഹുവിൻ്റെ മുമ്പിൽ അല്ലാഹു നമ്മോട് ചോദിക്കുമോ, അല്ലാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരുമോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സംശയത്തോടു കൂടി ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശപ്പാണെന്ന് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതെങ്കിൽ വിശപ്പില്ലാതെയാകുന്നു, വയറ് നിറച്ചിട്ടാകുന്നു നീ വീട്ടിലേക്ക് കയറി ചൊല്ലുന്നത് ഉമറ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാകുന്നു. നോക്കൂ നിങ്ങൾ, നിസ്സാരമാണ് നമുക്ക് തോന്നിയേക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സുഖങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും നമ്മോട് ചോദ്യം ചോദിക്കുമെന്നുള്ളൊരു വസ്തുത, എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 4 ചോദ്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ 4 ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാതെ തൻ്റെ കാൽപാദം മുന്നോട്ട് വെക്കുവാൻ സാധ്യമല്ല എന്നാകുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അൻ അബീ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. ഒരടിമക്ക് തൻ്റെ കാൽപാദം മുന്നോട്ട് വെക്കുവാൻ സാധ്യമല്ല. ഒരാൾക്കും തൻ്റെ കാൽപാദം മുന്നോട്ട് വെക്കുവാൻ സാധ്യമല്ല. ഹത്താ യുസ്അല, 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാതെ തൻ്റെ കാൽപാദം മുന്നോട്ട് വെക്കുവാൻ സാധ്യമല്ല. വ്യക്തമായ മറുപടി പറയാതെ തൻ്റെ മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. ഒന്നാമത്തെ കാര്യം അൽ ഉംരിഹി ഫീമ അഫ്ന, അവൻ്റെ ആയുസ്സിനെ കുറിച്ചുള്ള ചോദ്യമാകുന്നു. എങ്ങനെ ചെലവഴിച്ചു എന്ന ചോദ്യമാകുന്നു ഒന്നാമത്തെ ചോദ്യം. വൻ ഇൽമിഹി ഫീമ ഫഅല, രണ്ടാമത്തെ ചോദ്യം തൻ്റെ അറിവ് കൊണ്ട് എന്ത് ചെയ്തു എന്നതാകുന്നു. മൂന്നാമത്തെ ചോദ്യം വൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, തൻ്റെ സമ്പത്തിനെ കുറിച്ചുള്ള ചോദ്യമാകുന്നു. എങ്ങനെയെല്ലാം കരസ്ഥമാക്കി, എവിടെയെന്നെല്ലാം സമ്പാദിച്ചു, എങ്ങനെയെല്ലാം ഉപയോഗിച്ചു, അത് ഏതെല്ലാം രൂപത്തിൽ ചെലവഴിച്ചു എന്ന് ചോദിക്കും. അതിന് മറുപടി പറയാതെ മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. നാലാമത്തെ ചോദ്യം വൻ ജിസ്മിഹി, തൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള ചോദ്യമാകുന്നു. ഫീമ അവ്വില, നീ എന്തെല്ലാം നശിപ്പിച്ചു, എങ്ങനെയെല്ലാം ഉപയോഗിച്ചു എന്ന് 4 ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ തൻ്റെ കാൽപാദം മുന്നോട്ട് വെക്കുവാൻ സാധ്യമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാകുന്നു. അതിലൊന്നാമത്തെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ചോദ്യമാകുന്നു. നാം ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കുക. നമുക്കിവിടെ 10, 60, 70, 80 വയസ്സ് വരെ ജീവിക്കുവാനുള്ള ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയേക്കാം. ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ മരണപ്പെട്ടേക്കാം. പക്ഷേ ആ നൽകിയ ആയുസ്, നമ്മുടെ ജീവിതം ഏതെല്ലാം രൂപത്തിലാകുന്നു ഇവിടെ നയിച്ചിട്ടുള്ളത്, ജീവിച്ചിട്ടുള്ളത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഓരോ നിമിഷത്തെക്കുറിച്ചും അല്ലാഹു ചോദിക്കുമെന്നതാകുന്നു. ഇവിടെ സുഖത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുകയില്ല. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി നമുക്കിത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ക്ലേശം സഹിക്കേണ്ട നിലയിലാകുന്നു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ സഹിക്കേണ്ട നിലയിലാകുന്നു മനുഷ്യനെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതെല്ലാം തന്നെ കടന്നു വരും. ആ സന്ദർഭത്തിലൊന്നും തന്നെ പതറാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജീവിതം ഒരു പരീക്ഷണമാകുന്നു. ഞാൻ സൂചിപ്പിച്ചു, ഇവിടെ സുഖകരമായി ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഇതൊരു പരീക്ഷണാലയമാകുന്നു. പരീക്ഷ എഴുതുവാനുള്ള ഇടമാകുന്നു ഇവിടെ. ആരാണ് വിജയിക്കുക എന്ന് പരലോകത്ത് വെച്ച് നമുക്കറിയുവാൻ സാധിക്കും. ഇവിടെ നന്മയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ വിശുദ്ധ ഖുർആനിൽ സൂറത്തു മുൽക്കിൽ 2-ാമത്തെ ആയത്തിലൂടെ നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരായത്താകുന്നു അത്. ഇവിടെ ജീവിപ്പിച്ചത് മരണവുമെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാകുന്നു. പരീക്ഷിക്കുവാൻ വേണ്ടിയാകുന്നു. എന്താകുന്നു ആ പരീക്ഷണം? അയ്യുക്കും അഹ്സനു അമല, ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക എന്ന് നോക്കുവാൻ വേണ്ടിയാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. അയ്യുക്കും അഹ്സനു അമല, നല്ല പ്രവർത്തനം എന്നല്ല, ഏറ്റവും നല്ല പ്രവർത്തനം അതാരാണ് ചെയ്യുന്നത് എന്ന് നോക്കുവാനാകുന്നു ഇവിടെ സൃഷ്ടിച്ചത് എന്നുള്ളത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. നാം ഒന്ന് തിരിഞ്ഞു നോക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. നാം എല്ലാവരും മറ്റുള്ളവരുടെ ജീവിതത്തിലാകുന്നു മാർക്കിടാറുള്ളത്. അവൻ്റെ ജീവിതം അങ്ങനെയാകുന്നു, അവൻ്റെ ജീവിതം ഇങ്ങനെയാകുന്നു എന്നൊക്കെ നാം പറയാറുണ്ട്. പക്ഷേ നാം ഓരോരുത്തരും തിരിഞ്ഞു നോക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്കാകുന്നു. എൻ്റെ ജീവിതം എങ്ങനെയുണ്ട്? ഞാനാകും എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ആയുസ്സിനെ കുറിച്ചായിരിക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ ഒറ്റക്കൊറ്റക്ക് മറുപടി പറയേണ്ടി വരും. മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മറുപടി പറയേണ്ടി വരികയില്ല. നാം അതായിരിക്കണം ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളുമായിട്ടായിരിക്കണം നമ്മളിവിടെ ജീവിക്കേണ്ടത്. പരീക്ഷണങ്ങളുണ്ടാകും. എല്ലാ രൂപത്തിലുള്ള പരീക്ഷണങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അവിടെ ക്ഷമിക്കുന്നവർക്കാകുന്ന വിജയമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. എല്ലാ സന്ദർഭങ്ങളിലും സുഖകരമായ ജീവിതം നമുക്കിവിടെ ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളത് ആരും തന്നെ വിചാരിക്കേണ്ടതില്ല. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് കടന്നു വന്നേക്കാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പഠിപ്പിച്ചിരുന്നു. വലനബലുവന്നകും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഉറപ്പായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലനബലുവന്നകും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. മിനൽ ഖൗഫ്, ഭയം മൂലം അല്ലാഹു പരീക്ഷിക്കും. വൽ ജൂഇ, പട്ടിണി മൂലം അല്ലാഹു പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാൽ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ധനനഷ്ടം മൂലം അല്ലാഹു പരീക്ഷിക്കും. വൽ അൻഫുസ്, അതുപോലെ തന്നെ ജീവനഷ്ടം. വസ്സമറാത്ത്, വിഭവനഷ്ടം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടുണ്ട്. പണം, അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങൾ, രോഗം മൂലം, പട്ടിണി മൂലം, ഇങ്ങനെ എല്ലാ തരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് പറയുന്നുണ്ട്, വബശ്ശിരി സ്വാബിരീൻ, ആ പരീക്ഷണങ്ങളിൽ പതറാതെ, മറ്റുള്ളവരിലേക്ക് നീങ്ങാതെ, അല്ലാഹുവിൽ അഭയം പ്രാപിച്ചുകൊണ്ട്, അല്ലാഹുവിൽ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ, അങ്ങനെ ക്ഷമിച്ചു നിൽക്കുന്നുവെങ്കിൽ അവർക്കാകുന്നു സന്തോഷ വാർത്ത എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. വീണ്ടും പറയുന്നു, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, എന്തെങ്കിലും വിപത്ത് ബാധിച്ചാൽ വിശ്വാസിയാണെങ്കിൽ അവൻ പറയും, ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൻ്റെ അടുത്തുള്ളവരാകുന്നു, അവങ്കിലേക്ക് തന്നെയാകും ഞങ്ങളുടെ മടക്കമെന്ന് അവൻ പറയുമെന്ന്, വിശ്വാസി പറയുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. ഈ ദുനിയാവിൻ്റെ പളപളപ്പ് കണ്ട്, അതിൻ്റെ സുഖ സൗകര്യങ്ങൾ കണ്ട് അത് വെട്ടിപ്പിടിച്ച് ഓടുവാനുള്ളതല്ല ജീവിതം. മറിച്ച് നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് അല്ലാഹുവിൻ്റെ സാമീപ്യം നേടുവാനായിരിക്കണം നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അതിനുള്ള ജീവിതമാകുന്നു നമുക്കിവിടെ നൽകിയിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാകുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വഅൻ ഇൽമിഹി ഫീമ ഫഅല, തൻ്റെ അറിവിനെ കുറിച്ചുള്ള ചോദ്യമാകുന്നു. എന്താകുന്നു തൻ്റെ അറിവ് കൊണ്ട് അവൻ ചെയ്തത്? നമ്മൾ ഓരോരുത്തരും മറുപടി പറയേണ്ടി വരും. അറിവ് നേടുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധമായിട്ടുള്ള കാര്യമാകുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ത്വലബുൽ ഇൽമി ഫരീള അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിൻ്റെ മേലും അറിവ് നേടുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. എല്ലാ തരത്തിലുള്ള അറിവും നമ്മൾ നേടേണ്ടതാകുന്നു. നമ്മുടെ മക്കൾക്ക് അതിനുള്ള സൗകര്യം നാം ചെയ്തു കൊടുക്കണം. പക്ഷേ അറിവ് നേടുക എന്നുള്ളത് ഭൗതികമായിട്ടുള്ള കാര്യത്തിന് മാത്രമാകുവാൻ പാടില്ല. നാളെ പരലോകത്ത് വിജയിക്കുവാനുള്ള അറിവും നാം നേടേണ്ടതും നൽകേണ്ടതുമുണ്ട്. ഇന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതല്ലേ, നമ്മുടെ മക്കൾക്ക് ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള അറിവിനാകുന്നു, പഠിക്കുവാനാകുന്നു നാം പ്രാധാന്യം നൽകുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഭൗതികമായിട്ടുള്ള വിജ്ഞാനത്തിനാകുന്നു ഇന്ന് പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭൗതികമായിട്ടുള്ള എല്ലാ തലങ്ങളിലും നേടിയെടുക്കുകയും ഉന്നതിയിൽ നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. പക്ഷേ മതപരമായിട്ടുള്ള അറിവ് നാം നൽകിയിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് വെച്ച് അവർ നമുക്കെതിരെ തിരിയുമെന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. മതപരമായിട്ടുള്ള അറിവ് പ്രവാചകൻ, മലക്കുകൾ അതിനു വേണ്ടിയാകുന്നു പഠിക്കുന്നതെങ്കിൽ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിവ് തേടി ഒരു മാർഗത്തിൽ ഇറങ്ങി തിരിച്ചവന് സഖലല്ലാഹു ലഹു ത്വരീഖൻ മിനൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള പാത അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാകുന്നു. അല്ലാഹു എളുപ്പമാക്കി തരും സ്വർഗത്തിലേക്കുള്ള പാത. മാത്രമല്ല, വ ഇന്നൽ മലായികത ലതലഉ അജ്നിഹതഹാ റിളൻ ലിതാലിബിൽ ഇൽമി,
അവന് വേണ്ടി മലക്കുകൾ ഇഷ്ടം കൊണ്ട് ചിറകുകൾ താഴ്ത്തി കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. മാത്രമല്ല വഇന്ന ത്വാലിബൽ ഇൽമി യസ്തഗ്ഫിർ ലഹു മൻ ഫിസ് സമാഇ വൽ അർള്, ആകാശത്തുള്ളവർ അതുപോലെ തന്നെ ഭൂമിയിലുള്ളവരെല്ലാം തന്നെ അവിജ്ഞാനം അന്വേഷിച്ച് നടക്കുന്നതിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മതപരമായിട്ടുള്ള അറിവിന് നാം പ്രാമുഖ്യം നൽകേണ്ടതാകുന്നു. എന്നാൽ ഇന്ന് വളരെ കുറഞ്ഞ സമയമാകുന്നു നമ്മുടെ മക്കൾക്ക് അതിനുള്ള നാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം അതിനെല്ലാം പ്രാധാന്യം നൽകേണ്ടത് മതപരമായിട്ടുള്ള അറിവിനാണ് എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. മരണാനന്തര ജീവിതത്തിലും ഉപകാരപ്രദമുള്ള അറിവ് നാം അവർക്ക് നൽകിയിട്ടില്ല എങ്കിൽ, നാം പഠിച്ചിട്ടില്ല എങ്കിൽ, നമ്മുടെ മക്കൾക്ക് നൽകിയിട്ടില്ല എങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും നമുക്ക് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ മാത്രമാകുന്നു മുറിഞ്ഞു പോകാത്തത്, മറ്റെല്ലാം തന്നെ മുറിഞ്ഞു പോകുന്നതാകുന്നു. അവന്റെ സമ്പത്ത് മുറിഞ്ഞു പോകും, എല്ലാം മുറിഞ്ഞു പോകും. നാം വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ സമ്പത്തും സുഖ സൗകര്യങ്ങളെല്ലാം തന്നെ നശിച്ചു പോകും. പക്ഷേ 3 കാര്യങ്ങൾ മുറിഞ്ഞു പോവുകയില്ല. ഏതൊക്കെയാകുന്നു എന്നറിയാമോ? ഔ ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ, അത് ഒന്നാമത്തെ ജാരിയായ സ്വദഖയാകുന്നു. ഔ ഇൽമിൻ യുൻതഫഉ ലഹു, ഉപകാരപ്രദമായ വിജ്ഞാനമാകുന്നു രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാകണമെങ്കിൽ മതപരമായിട്ടുള്ള അറിവ് നൽകിയാൽ മാത്രമേ അതുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയാകുന്നു. മക്കളെ കുറിച്ച് മാതാപിതാക്കൾ വേവലാതിയിലാകുന്നു, പ്രയാസത്തിലാകുന്നു. ഞാൻ പറയുന്ന കാര്യത്തിൽ അവനെ കിട്ടുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് ആവലാതി പറയുന്ന രക്ഷിതാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ചെറുപ്പത്തിൽ എത്രത്തോളം മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് നാം നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ നമ്മോട് ചോദിക്കേണ്ട കാര്യമാകുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാകുന്നു. അതുകൊണ്ട് മതപരമായിട്ടുള്ള വിജ്ഞാനം നാം പഠിക്കുകയും നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും കുടുംബത്തെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാകുന്നു. മൂന്നാമത്തെ കാര്യം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ സമ്പത്തിനെ കുറിച്ചുള്ള ചോദ്യമാകുന്നു. വാൻ മാലിഹി, തന്റെ സമ്പത്തിനെ കുറിച്ചുള്ള ചോദ്യം. മിൻ ഐനക്തസബഹു വഫീമ അൻഫഖോ, എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എങ്ങനെല്ലാം ചെലവഴിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നതാകുന്നു. നമ്മുടെ സമ്പത്ത് ഹലാലാവേണ്ടതാകുന്നു. നമ്മുടെ സമ്പത്ത് ഹറാമിലേക്ക് പോകുവാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് ഹലാലായത് മാത്രം ഭക്ഷിക്കുവാൻ പാടുള്ളൂ. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. ഇന്ന് ഹറാം നോക്കാതെയാകും നാം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ പലിശയുടെ പിന്നാലെയാകുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ സമ്പത്തിൽ പലിശ കടന്നു വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും ചിന്തിക്കേണ്ട വിഷയമാകുന്നു. നാം അത് ഗൗരവമായി ചർച്ചയ്ക്കെടുക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മുടെ സമ്പത്തിൽ അനർഹമായിട്ട് 1 രൂപ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്നുള്ള വസ്തുത നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാകുന്നു. അനർഹമായിട്ട് മറ്റുള്ളവൻ്റെ നമ്മുടെ സമ്പത്തിൽ ഉണ്ട് എങ്കിൽ നാം അതിന് മറുപടി പറയേണ്ടി വരും. അനർഹമായിട്ട് നാം വെട്ടിപ്പിടിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്നു. നമ്മുടെ സമ്പത്ത് ഏതെല്ലാം രൂപത്തിലാണ് ചെലവഴിച്ചത് എന്നുള്ളത്
നമ്മൾ ആലോചിക്കേണ്ടതാകുന്നു. ഇന്ന് നമ്മളൊന്ന് ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ സമ്പത്ത് ഏതെല്ലാം രൂപത്തിലാകുന്നു ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ധൂർത്തിലുമെല്ലാം തന്നെ ഇന്ന് ധാരാളം സമ്പത്ത് ചെലവഴിക്കുവാൻ ആർക്കും തന്നെ മടിയില്ലാത്ത അവസ്ഥയാകുന്നു. എന്നാൽ ഒരു നന്മയിലേക്ക്, ഒരു പള്ളിയുടെയോ മറ്റോ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളാകുന്നു മുൻപിലേക്ക് എടുത്തു പറയുന്നത് എന്നാകുന്നു നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. എന്നാൽ മറിച്ച് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ചെലവഴിക്കുവാൻ ഒരു മടിയുമില്ലാത്ത മനുഷ്യന്മാർ നന്മയുടെ കാര്യത്തിൽ ചെലവഴിക്കുവാൻ മടി കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കാത്ത ഒരു മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. ധാരാളം യാത്ര ചെയ്ത ഒരാളാകുന്നു, ജട പിടിച്ച ഒരാളാകുന്നു. അയാൾ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറയുന്നു. പക്ഷേ വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാമുൻ വമൽബസുഹു ഹറാമുൻ വഉദിയ ബിൽ ഹറാം. അവന്റെ ഭക്ഷണം ഹറാമാകുന്നു, അവന്റെ വെള്ളം ഹറാമാകുന്നു, അവൻ ഹറാമിലാകുന്നു കഴിച്ചു കൂട്ടുന്നത്. ഫഅന്നാ യുസ്തജാബു, അവന് എങ്ങനെയാകുന്നു ഉത്തരം നൽകുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ ഹറാമിൻ്റെ ഒരംശമുണ്ട് എങ്കിൽ, സാമ്പത്തികമായിട്ട് ഹറാമിൻ്റെ ഒരംശമുണ്ട് എങ്കിൽ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിതത്തെ ധന്യമാക്കുവാൻ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാലാമത്തെ ചോദ്യം വഅൻ ജിസ്മി ഫീമ അബ്ല, തൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള ചോദ്യമാകുന്നു. നമുക്കറിയാം, പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും തന്നെ ഉപയോഗിക്കുവാൻ പാടില്ല എന്നതാകുന്നു. മുമ്പൊക്കെ ധാരാളം ചർച്ച ചെയ്യുന്ന, ഇപ്പോഴും ചർച്ച ചെയ്യുന്ന, ദിനേനം പത്രമാധ്യമങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ലഹരി നമ്മുടെ നാടിനെ മുറുക്കി പിടിച്ചിരിക്കുകയാകുന്നു. എല്ലാ തലങ്ങളിലും അത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാകുന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പത്രമെടുത്ത് നോക്കിയാൽ ആളുകൾ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ പേരില്ലാത്ത, ലഹരിയുമായി ബന്ധപ്പെട്ട് പേരില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നതാകുന്നു യാഥാർത്ഥ്യം. നാം അതിനെക്കുറിച്ച് ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ, നമ്മുടെ യുവാക്കളെല്ലാം തന്നെ ധാരാളമായിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട തലങ്ങളിലേക്കാകുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ പഠിക്കുന്ന സ്കൂളുകളിലും ക്യാമ്പസുകൾക്ക് ചുറ്റുമെല്ലാം തന്നെ അവരെ വലവീശി പിടിക്കുവാനായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ നടന്നുകൊണ്ടിരിക്കുകയാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ ലഹരി വസ്തുക്കളും നിഷിദ്ധമാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. അത് വലിക്കുന്നതാകാം, വെക്കുന്നതാകാം, കുടിക്കുന്നതാവാം, ഏത് തരത്തിലുള്ളതായിരുന്നാലും ശരി, അതെല്ലാം തന്നെ ഹറാമാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. ശരീരത്തിന് ദോഷകരമാമിതം ഭക്ഷണം കഴിക്കുന്നത് പോലും വിശുദ്ധ ഖുർആൻ വിലക്കിയിട്ടുണ്ട്. നമുക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് പോലും വിശുദ്ധ ഖുർആൻ വിലക്കിയിട്ടുണ്ട് എങ്കിൽ നാം ഓരോരുത്തരും ഒന്ന് ആലോചിക്കേണ്ടതല്ലേ ഇതിനെക്കുറിച്ചെല്ലാം. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വകുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, പക്ഷേ വലാ തുസ്രിഫു, അമിതത്വം പാടില്ല. അമിതമായിട്ട് ശരീരത്തിന് ദോഷകരമാവിധം അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. നാം ഓരോരുത്തരും ഒന്ന് ആലോചിക്കേണ്ടതല്ലേ, എത്രയെത്ര ഭക്ഷണങ്ങളാകും നാം പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്.
നമ്മുടെ മേശകളിലേക്ക് ചെന്നു നോക്കിയാൽ ഇന്ന് എന്തെല്ലാം വിഭവങ്ങളാണ് നമ്മുടെ മേശകളിൽ എത്തിച്ചേരുന്നത് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമ്മൾ എത്രത്തോളമാണ് ഭക്ഷണം കഴിക്കുന്നത്? ഇതെല്ലാം തന്നെ അമിതമായാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ യുവാക്കളെക്കുറിച്ചെല്ലാം തന്നെ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ച് അവൾ എവിടെ പോകുന്നു, എപ്പോഴാണ് അവർ തിരിച്ചു വരുന്നത്, ആരാണ് അവൻ്റെ കൂട്ടുകാർ എന്നെല്ലാം തന്നെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അവർ കൂട്ടുകെട്ടിലൂടെ ചെന്ന് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തില്ല എങ്കിൽ വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്നു. ഇങ്ങനെയുള്ള 4 കാര്യങ്ങളെക്കുറിച്ച് മറുപടി പറയാതെ തൻ്റെ കാൽപാദം മുന്നോട്ട് വെക്കുവാൻ സാധ്യമല്ല എന്നാകുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എപ്പോഴാണ് മരണം വന്നെത്തുക എന്ന് നമുക്കാർക്കും തന്നെ പറയുവാൻ സാധ്യമല്ല. പെട്ടെന്നുള്ള മരണവാർത്തകൾ ധാരാളം നാം കേട്ടുകൊണ്ടിരിക്കുകയാകുന്നു. അതുകൊണ്ട് മരണത്തിന് മുമ്പ് ജീവിതത്തിൽ നിന്ന് നന്നാക്കി എടുക്കേണ്ടതാകുന്നു. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ സിക്രില്ലാ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ. മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞ്, സമ്പത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകുവാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് ഇതൊന്നും നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക, അതിൻ്റെ പിന്നാലെയാണ് നാം പോകുന്നതെങ്കിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാകുന്നു നഷ്ടക്കാർ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. മരണനേരത്ത് എന്നെ ഒന്ന് മടക്കി തന്നാൽ ഞാൻ നന്നായി ജീവിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് മരണത്തിന് മുമ്പ് നാം ജീവിതത്തെ നന്നാക്കിയാൽ നമ്മൾ രക്ഷപ്പെടും. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാകുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ, ഗസയിൽ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമാകുന്നു കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം. ദിനേന എന്നോണം അവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാകുന്നു നിരപരാധികളായ ആളുകൾ. ചെറിയ ചെറിയ കുട്ടികൾ, ഒന്നും അറിയാത്ത മക്കളാകുന്നു മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കുള്ള ആയുധം പ്രാർത്ഥനയാകുന്നു. നിരന്തരമായിട്ട് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതാകുന്നു. നമ്മൾ സമ്പുഷ്ടമായ വിശിഷ്ടമായ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ കൈനീട്ടുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാകുന്നു. അവരുടെ കരച്ചിൽ നാം കേട്ടുകൊണ്ടിരിക്കുകയാകുന്നു. അവരോട് നാം മുഖം തിരിച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ പലരുടെയും ആളുകളിലേക്ക്, മനസ്സിലുകളിലേക്ക് അവരുടെ വേദനകൾ കയറി ചെല്ലുന്നില്ല എന്നതാകുന്നു വസ്തുത. അതുകൊണ്ടാകുന്നു നമ്മൾ സ്റ്റാറ്റസുകൾ വെക്കുന്നു. അവരുടെ ഭക്ഷണത്തിന് കൈനീട്ടുന്ന വാർത്തകൾ സ്റ്റാറ്റസുകൾ വെക്കുന്നു. പക്ഷേ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ഒന്ന് ആലോചിക്കേണ്ടതാകുന്നു. അള്ളാഹുവിൻ്റെ വിധിയെപ്പോലും മാറ്റാനുള്ള ഒന്നാകുന്ന പ്രാർത്ഥന എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ആത്മാർത്ഥമായി കൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ സമയങ്ങളിലും അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തെല്ലാം നമസ്കരിച്ചുകൊണ്ട് അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയം, ആ സമയത്തെല്ലാം എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. നോക്കൂ, നിങ്ങൾ ആ രംഗങ്ങളെല്ലാം കാണുമ്പോൾ വളരെ വേദനാജനകമായ രംഗങ്ങൾ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതാക്കും നമ്മുടെ ആയുധം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രക്ഷ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഫലസ്തീൻ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഗസ്സ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഗസ്സ, അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമഹും, അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമഹും, അല്ലാഹുമ്മ ക്ശ്ഫിൽ ദുർറ അൻ ഇഖ്വാനിനാ ഫീ ഫലസ്തീൻ, അല്ലാഹുമ്മ ക്ശ്ഫിൽ ദുർറ അൻ ഇഖ്വാനിനാ ഫീ ഫലസ്തീൻ,
اللهم اشف جرحاهم اللهم اشف جرحاهم اللهم اشف جرحاهم اللهم تقبل شهداءهم اللهم تقبل شهداءهم اللهم إنهم جوعى فاطعمهم اللهم إنهم مظلومين فانصرهم اللهم إنهم مظلومون فانصرهم اللهم إنهم مظلومون فانصرهم اللهم انصرهم على أعدائهم نصرا كاملا اللهم انصرهم على أعدائهم نصرا كاملا اللهم انصرهم على أعدائهم نصرا كاملا اللهم انصرهم اللهم انصرهم اللهم ثبت أقدامهم റഹ്മുറാഹിമീനായ നാഥ, അവർക്ക് നീ ആശ്വാസവും സമാധാനവും നൽകണമേ നാഥ. അവർക്ക് നീ രക്ഷ നൽകണമേ നാഥ. അവർക്ക് അടിയുറച്ചു നിൽക്കുവാനുള്ള ക്ഷമ നൽകണമേ നാഥ. അവർക്ക് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അവർക്ക് നീ കാത്തു രക്ഷിക്കണമേ നാഥ. റഹ്മുറാഹിമീനായ നാഥ, ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങൾക്ക് നീ പുറത്തു തരണമേ നാഥ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പല ആളുകളുടെ കൂട്ടത്തിലുണ്ട്, അവർക്കെല്ലാം നീ ശിഫ നൽകണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.